നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ തലസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന നിയമമണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയമാണ്. 2021 പൂട്ടിയ അക്കൗണ്ട് തുറക്കാൻ BJPയും ലോക്ക് ഉറപ്പിക്കാൻ CPM-ഉം നേർക്കുനേർ പോരാട്ടത്തിനിറങ്ങുമ്പോൾ ഗതകാല പ്രൗഢി തിരിച്ചുപിടിക്കാൻ സർപ്രൈസ് സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കാനുള്ള ചർച്ചകളിലാണ് കോൺഗ്രസ്. അതേസമയം നേരത്തെ തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തുകയും ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് BJP ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലം കൂടിയാണ് നേമം. ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന മണ്ഡലം കൂടിയാണിത്. മുൻപ് O രാജഗോപാലിലൂടെ BJP നിയമസഭയിൽ അക്കൗണ്ട് തുറന്നതും നേമത്ത് നിന്നാണ്. V ശിവൻകുട്ടിയെ നിർത്തി CPM നേമം മണ്ഡലം പിടിക്കുകയായിരുന്നു. പിന്നീട് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിട്ടും നേമത്ത് പറ്റിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കോൺഗ്രസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. 2016-ൽ BJP ആദ്യമായി വിജയിച്ച നിയമസഭാ സീറ്റാണ് നേമം. പ്രതിപക്ഷമായ UDF അവരുടെ ചെറിയ സഖ്യകക്ഷിക്കായിരുന്നു അന്ന് സീറ്റ് നൽകിയത്. BJPയുടെ അപ്രതീക്ഷിത വിജയത്തോടെ രാഷ്ട്രീയമായ ഹൈ വോൾട്ടേജ് മണ്ഡലമായി പിന്നീട് നേമം മാറി. അന്ന് CPM-ന്റെ V ശിവൻകുട്ടിയെയാണ് BJP-യിലെ O രാജഗോപാൽ തോൽപ്പിച്ചത്. പിന്നീട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുൻ KPCC പ്രസിഡന്റ് K മുരളീധരനെയാണ് കോൺഗ്രസ് രംഗത്തിറക്കിയത്. BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരനെയും സ്ഥാനാർത്ഥിയാക്കി. CPM-ന്റെ V ശിവൻകുട്ടി വിജയിച്ചു മണ്ഡലം തിരികെ പിടിക്കുകയായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ ത്രികോണ മത്സരം നടന്ന തിരുവനന്തപുരത്ത് സിറ്റിംഗ് MP ശശി തരൂരിനെ വിറപ്പിച്ചുകൊണ്ടാണ് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ തോൽവി സമ്മതിച്ചത്. കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരൻ മത്സരിച്ചപ്പോൾ നേമത്ത് മാത്രമായിരുന്നു NDAക്ക് ലീഡ് നേടാൻ കഴിഞ്ഞത്. എന്നാൽ ഇത്തവണ നേമത്ത് ഭൂരിപക്ഷം ഇരട്ടിയോളം എത്തിക്കുകയും കടക്കൂട്ടം, വട്ടിയൂർക്കാവ് എന്നിവിടങ്ങളിൽ വമ്പൻ ലീഡ് നേടുകയും ചെയ്തു. നെയ്യാറ്റിൻകരയിൽ ഒഴികെ എല്ലായിടത്തും തരൂരിന്റെ ലീഡ് കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ മണ്ഡലത്തിൽ 60,000-ലധികം വോട്ടുകൾ നേടിയ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് തന്റെ വിജയം ഉറപ്പിക്കാനാണ് മത്സരത്തിന് ഇറങ്ങുന്നത്. മന്ത്രി V ശിവൻകുട്ടിയെ തന്നെയായിരിക്കും CPM സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കുക. അതേസമയം കോൺഗ്രസിൽ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുകയാണ്. നേമം മണ്ഡലത്തിൽ ശശി തരൂരിനെ മത്സരിപ്പിക്കാനുള്ള സാധ്യതയും ഏറെയുണ്ട്. നേമത്ത് ഇത്തവണ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത്. നേമത്തെ രാജീവ് ചന്ദ്രശേഖർ മത്സരരംഗത്തേക്ക് ഇറങ്ങിയതോടെ BJPയുടെ അണികൾക്കിടയിലും വലിയ തോതിലുള്ള ആവേശമാണ് ഉണ്ടായിട്ടുള്ളത്. അതേസമയം നേമത്തെ ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് രാജീവ് ചന്ദ്രശേഖറിനുള്ളത്. നേമത്തെ റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന്റെ ഭാഗമായി ജനങ്ങളുടെ വഴി പ്രശ്നങ്ങളിലും രാജീവ് ചന്ദ്രശേഖർ ശക്തമായി ഇടപെടുകയും പരിഹാരം കാണുകയും ചെയ്തു. ഇതെല്ലാം രാജീവ് ചന്ദ്രശേഖറിന്റെ മണ്ഡലത്തിൽ ഏറെ ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത്. കൂടാതെ ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാലയുടെ സുഗമമായ നടത്തിപ്പിൽ സജീവമായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. രണ്ടായിരത്തി 2021 മുതൽ 2024 വരെ രണ്ടാം നരേന്ദ്രമോദി മന്ത്രിസഭയിലെ സംസ്ഥാന ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയായിരുന്നു. കർണാടകയിൽ നിന്നുള്ള മുതിർന്ന BJP നേതാവ് കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ. 2006 മുതൽ 2024 വരെ കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാംഗമായും പ്രവർത്തിച്ച രാജീവ് ചന്ദ്രശേഖർ കർണാടകയിലെ വ്യവസായ പ്രമുഖൻ കൂടിയാണ്. രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷനായി സ്ഥാനമേറ്റതിനു ശേഷം കേരളത്തിൽ BJPയുടെ വളർച്ച ചെറുതൊന്നുമല്ല. LDF സർക്കാരിനെതിരെ ജനദ്രോഹ നടപടികളിൽ മുൻപ് എങ്ങുമില്ലാത്ത രീതിയിൽ ശക്തമായ പ്രതിഷേധവുമായാണ് BJP മുൻപോട്ട് വന്നിരിക്കുന്നത്. കേരളത്തിലെ പ്രതിപക്ഷത്തിനെതിരെയും BJP ആഞ്ഞടിക്കുന്നുണ്ട്. വിവാദങ്ങൾക്ക് മറുപടി പറയാനല്ല വരുന്നതെന്നും BJPയും NDAയും സംസാരിക്കുന്നത് കേരളത്തിന്റെ വികസനം മാത്രമായിരിക്കുമെന്നും BJP സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റ രാജീവ് ചന്ദ്രശേഖരൻ അന്ന് പറഞ്ഞിരുന്നു. വിവാദങ്ങളിൽപ്പെടുത്തി ശ്രദ്ധ തിരിക്കുമെന്ന് കരുതിയാൽ നടക്കില്ലെന്നും നെഗറ്റീവ് പൊളിറ്റിക്സ് സംസാരിച്ച കേരളത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് തലയൂരുകയാണ് ഇടതു വലത് മുന്നണികളിൽ നിന്നും രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിലും BJPയുടെ വോട്ട് നില കൂടുകയും ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചത് രാജീവ് ചന്ദ്രശേഖരനായിരുന്നു. നേമം മണ്ഡലം പിടിക്കാൻ രാജീവ് ചന്ദ്രശേഖരൻ ഇറങ്ങുമ്പോൾ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞെന്നാണ് പൊതുവെ ജനങ്ങൾക്കിടയിൽ നിന്ന് വരുന്ന അഭിപ്രായങ്ങൾ.